ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയായി എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ അവസരം തന്ന എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ മക്കളായ ഞങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നിൻ്റെ മുമ്പാകെ നിൻ്റെ ചുറ്റും ഇരിക്കുന്നത് നീ കാണുന്നല്ലോ പിതാവേ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. നീ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവുമായിരിക്കണമേ. ഞങ്ങളുടെ ഭാവി ആകുലങ്ങളെല്ലാം നീ കാണുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്കിന്ന് വചനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മാത്രം മഹത്വമെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവർ, ഇന്ന് ക്രിസ്തുമസിൻ്റെ അർത്ഥം, അതിൻ്റെ മർമ്മം മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവം വേദനിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ജനന പെരുന്നാൾ എന്ന പേരിൽ ലോകം ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം വേദനയോടെ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചതായ വേദഭാഗം, ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്തസ് കൈസരുടെ ഭരണകാലത്ത് ഒരു ആജ്ഞ, കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അവിടെ സെൻസസ് എടുക്കുകയാണ്. ജനത്തിൻ്റെ കണക്കെടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാവരും താന്താങ്ങളുടെ പട്ടണത്തിലേക്ക് പോകണം. ഒരു കൽപ്പനയാണ്. അങ്ങനെ വന്നപ്പോൾ യൗസേപ്പ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഗർഭിണിയായ മറിയത്തോടു കൂടെ നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അവർ കഴുതപ്പുറത്താണോ പോകുന്നത്? അറിഞ്ഞുകൂടാ. അതോ നടന്നാണോ പോകുന്നത്? അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ പ്രയാസപ്പെട്ട് അവരങ്ങനെ കിലോമീറ്ററുകൾ, മൈലുകൾ താണ്ടി ആഴ്ച ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടുണ്ടാവാം, ബേത്ലഹേമിൽ എത്തി. അപ്പോൾ പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. ശീലകൾ ചുറ്റി എന്നാണ് വേദപുസ്തകം പറയുന്നത്. ശീലകൾ ചുറ്റി. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഒരു വാക്കവിടെ നിൽക്കുകയാണ്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തതിൻ്റെ കാരണം, എല്ലാ ആളുകളും ഈ പട്ടണത്തിലേക്ക് വരികയാണ്. ദൂരെ പോയി താമസിക്കുന്നവരെല്ലാം ഈ ബേത്ലഹേമിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ലോഡ്ജിൽ, സത്രത്തിൽ അഥവാ വഴിയമ്പലത്തിൽ എല്ലാം ഒക്കുപ്പൈഡാണ്, ഫുള്ളി ഒക്കുപ്പൈഡാണ്. നോ റൂം ഫോർ ജീസസ്. കർത്താവിന് അവിടെ സ്ഥലമില്ല. അതിന് ലോകപ്രകാരം ഒരു കാരണമുണ്ട്, ശരിയാണ്. ഒരുപക്ഷെ നന്നായിട്ട് പൈസ കൊടുത്ത് ഒരു എക്സ്ട്രാ റൂം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയും യൗസേപ്പ് പിതാവിനും മറിയമിനും ഇല്ല. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശാന്തമായി നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് അരുളപ്പാട് കൊടുത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഇഷ്ടം, തൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദാസിയാണ്, സ്ത്രീയാണ് പരിശുദ്ധ കന്യക മറിയം. എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ല, പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. കന്യക മറിയം ഒരു പരിഭവവും പറഞ്ഞില്ല, യൗസേപ്പ് പിതാവ് ഒന്നും പറഞ്ഞില്ല. അവരവിടെ ആ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഭാഗ്യമെന്നുള്ളതാണ്. ഈ ലോകത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കുന്നതല്ല ദൈവികമായ വഴി എന്ന് പറയുന്നത്. ചിലപ്പോൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നില്ല. ചിലപ്പോൾ ലജ്ജിക്കേണ്ട വിധത്തിൽ ഒരു പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ ഏറ്റവും താഴ്ത്തപ്പെട്ട അവസ്ഥയിൽ നമ്മളായേക്കാം. അവിടെ നമ്മൾ പരിഭവിക്കേണ്ട കാര്യമില്ല.
ലോകപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ കിടത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് ആ പ്രദേശത്ത് ആട്ടിടയന്മാർ രാത്രി ആടുകൾക്ക് കാവൽ നിൽക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇവരുടെ ചുറ്റും വരികയാണ്. ഈ ആട്ടിടയന്മാരുടെ ചുറ്റും ദൈവത്തിൻ്റെ ദൂതൻ വരികയാണ്. ദൈവത്തിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നുകയാണ്. ആട്ടിടയന്മാർ ഭയപരവശരായി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തുമസിൻ്റെ ജനന പെരുന്നാളിൻ്റെ ഒരു സന്ദേശം. ഒന്നാമത് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഭയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങൾ മുതൽ ചെറുപ്പക്കാർ മുതൽ മധ്യവയസ്കർ, പ്രായമായവർ, സ്ത്രീ പുരുഷ ഭേദമെന്നേ, സഭാവ്യത്യാസമെന്നേ മനുഷ്യനെ ഭയം വേട്ടയാടുന്നു. മാത്രമല്ല, ഒരു താലന്ത് കിട്ടിയ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. താലന്തുകൾ വീതിച്ചു കൊടുത്തു. ഒരു താലന്ത് കിട്ടിയ ആ വ്യക്തി ഭയപ്പെട്ടു. എൻ്റെ യജമാനൻ ഒരു കഠിന മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ആ താലന്ത് കുഴിച്ചിട്ടു. വ്യാപാരം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനേകം അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് സാക്ഷ്യം പറയാൻ നമ്മളോട് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെടുകയാണ്, ദൈവത്തെ ഭയപ്പെടുകയാണ്. എനിക്ക് എന്തെങ്കിലും ഇനി മാറ്റം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പാപം വന്നാൽ ദൈവം എന്നെ ശിക്ഷിക്കുമെന്നോ, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുകയാണ്. കഠിനനായിട്ടുള്ള യജമാനനായി ദൈവത്തെ കണ്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ താലന്തുകൾ വ്യാപാരം ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഭയമാണ്. ഭയം മൂലം നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ സാധിക്കാതെ വരുന്നു. മാത്രമല്ല, തിമോത്തിയോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരൻ, കൂട്ടായ്മയിൽ അസറ്റായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളും ഒരുപക്ഷെ കൂട്ടായ്മയിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിരിക്കാം പിന്മാറ്റത്തിലേക്ക് അദ്ദേഹം പോകുകയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, തിമോത്തിയോസേ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. പുറകോട്ട് പോവുകയാണ് തിമോത്തിയോസ്, പുറകോട്ട് പോവുകയാണ്. കാരണം അവൻ പേടിച്ചു പോവുകയാണ്. ഭയം. ദൈവവേലയിൽ മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരെ ഭയം ബാധിക്കുന്നു. അവർ പുറകോട്ട് പോകുന്നു. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പത്രോസ് 3 തവണ കർത്താവിനെ തള്ളി പറഞ്ഞു, ഭയപ്പെട്ടിട്ടാണ്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ അവനോട് കൂടെയുള്ളവനാണല്ലോ, നിന്റെ ശബ്ദം അങ്ങനെ വെളിവാക്കുന്നുണ്ടല്ലോ, ഇവനും അവനോട് കൂടെ ഉണ്ടല്ലോ. 3 പ്രാവശ്യവും യേശുവുമായുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. പത്രോസ് ലജ്ജിച്ചു, ഭയപ്പെട്ടു, അവനെ തള്ളിപ്പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ഞാൻ അവനെ അറിയുന്നില്ല എന്നാണ്. ഏറ്റവും ഗുരുതരമായ, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. രണ്ടാമത് പറഞ്ഞു, നീ അവരുടെ കൂട്ടത്തിലുള്ള ആളല്ലേ, നീ ആ കൂട്ടായ്മയിലുള്ള ആളല്ലേ, ആ യേശുവിൻ്റെ കൂട്ടായ്മയിലുള്ള ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യ ഞാനല്ല. ഭയം കൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത്. മൂന്നാമത് ചോദിച്ചു, ഒരു സ്ത്രീ പറഞ്ഞു, ഇവനും അവനോട് കൂടെയുള്ളവനാണ്. അപ്പോൾ മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞു. നാളുകളായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന വിശുദ്ധ കൂട്ടായ്മയിൽ ചേർന്ന് വരുന്ന മനുഷ്യൻ്റെ പ്രതികരണങ്ങൾ ഇങ്ങനെയായി പോകുന്നു. ഭയമാണ്. മറ്റുള്ളവർ എന്ത് കരുതും? കാരണം എന്താ? യേശു ഒറ്റപ്പെട്ടു. യേശുവിൻ്റെ കൂടെ 2-3 പേരേ ഉള്ളൂ, കുറച്ച് പേരേ ഉള്ളൂ, ആരുമില്ല. യേശുവിനെ ഇതാ ഇപ്പം തന്നെ വിസ്തരിച്ച് തൂക്കിലേറ്റും. എല്ലാവരും മാറിപ്പോയി. വലിയ ക്രൂസേഡ് നടന്നതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അന്നേരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാക്ഷാൽ പത്രോസ് പറയുകയാണ്, ഞാൻ അറിയുന്നില്ല. മനുഷ്യ ഞാനല്ല, ഞാനല്ല. പിന്നെ പറയുന്നു, മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയം മനുഷ്യനെ അപ്രകാരം ബന്ധിക്കുകയാണ്. മനുഷ്യനെ കൊണ്ട് വലിയ കൊടിയ പാപം ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത്.
കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. ഒന്നാമത്തെ സന്ദേശം ഭയപ്പെടേണ്ട എന്നാണ്. വേദപുസ്തകത്തിൽ 365 പ്രാവശ്യത്തിലധികം ഇത് പറയുന്നുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? എല്ലാ ദിവസവും ഇന്ന് ഭയമുണ്ടാക്കുന്ന കാര്യമല്ല നാളെ വരുന്നത്. നാളെ കഴിഞ്ഞ് ഏത് കാര്യമാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഭാവിയെ ഓർത്ത് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ജനന പെരുന്നാളിൽ നമുക്ക് കർത്താവ് തരുന്ന സന്ദേശം, ദൈവത്തിൻ്റെ ദൂതൻ ആട്ടിടയന്മാരോട് മാത്രമല്ല നമ്മോടും പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്, പേടിക്കേണ്ട എന്നാണ്. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പ്രതിഫലവും അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാകുന്നു. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് അബ്രഹാം വരികയാണ്. അബ്രഹാമിന് പേടിയുണ്ടായിരിക്കാം. ഇനി ഏതെങ്കിലും ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഭയം വന്നേക്കാം. അബ്രഹാമിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഇതിനേക്കാൾ വലിയ യുദ്ധം നിനക്ക് നേരിട്ടാലും ഞാൻ നിന്റെ പരിചയമാണ്, ഷീൽഡാണ്. മാത്രമല്ല, ആ യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, അദ്ദേഹം ഒന്നും വാങ്ങിയില്ല. അബ്രഹാം ഒന്നും പ്രതിഫലം വാങ്ങിയില്ല. പിന്നെ ചിലപ്പോൾ അബ്രഹാമിന് തോന്നിക്കാണും, എന്തെങ്കിലും വാങ്ങിച്ചോളായിരുന്നു, ഒരുപക്ഷെ ദൈവം തന്നതല്ലേ എന്ന്. അപ്പോൾ ദൈവം പറയുകയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, അങ്ങനെയും നീ ചിന്തിക്കണ്ട, ഞാനാണ് നിന്റെ പ്രതിഫലം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇസ്ഹാക്കിനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട എന്ന്. ഇസ്ഹാക്ക് ഒരു ശാന്തനായ മനുഷ്യനായിരുന്നു, വളരെ പാവപ്പെട്ട, വളരെ ശാന്തനായ മനുഷ്യൻ. അപ്പൻ്റെ കാലത്തുണ്ടായിരുന്ന കിണറുകളൊക്കെ ഫെലിസ്ത്യർ വന്ന് മൂട്ടിക്കളഞ്ഞു. അദ്ദേഹം ഒന്നും ചെയ്തില്ല, ഒരു പരാതിയും പോയില്ല, ഒരു കേസിനും പോയില്ല. അദ്ദേഹം വേറൊരു സ്ഥലത്ത് കിണർ കുഴിച്ചു. പിന്നെയും വന്ന് ഫെലിസ്ത്യർ മൂട്ടിക്കളഞ്ഞു. അദ്ദേഹം ഒന്നും പരാതി പോയില്ല, വേറൊരു സ്ഥലത്ത് പോയി കിണർ കുഴിച്ചു. പിന്നെയും മൂട്ടിക്കളഞ്ഞു. അദ്ദേഹം ആരോടും പരാതി പറയാൻ പോയില്ല, പിന്നെയും വേറെ സ്ഥലത്ത് പോയി പെടും. മാത്രമല്ല, ഇസ്ഹാക്കിനോട് ഈ ശത്രുതാ മനോഭാവം വരാൻ വേറൊരു കാരണം ഉണ്ടായിരുന്നു, അസൂയ. ദിവസം വായിച്ചാൽ അറിയാം, ഇസ്ഹാക്ക് ബഹുസമ്പന്നനായി മഹാധനികനായി തീർന്നു. അപ്പോൾ അവന് ശത്രുക്കൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ് 26:12 അവന് 100 മേനി ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇസ്ഹാക്കിന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് 100 മേനി, തൊടുന്നതെല്ലാം പെർഫെക്റ്റ്, എല്ലാം നന്നായി നടക്കുന്നു. അപ്പൻ്റെ അനുഗ്രഹമാണ്. അവനൊരു അഹങ്കാരവുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ശത്രുക്കൾക്ക് അവനോട് അസൂയ തോന്നി. ശത്രു ഭയം മുന്നിലുണ്ടായിരുന്നപ്പോൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 26-24. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ശത്രുഭയ നിമിത്തം ഇസ്ഹാക്കേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ഏത് കാലഘട്ടത്തിലും ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ളതാണ്. ഏതെങ്കിലും കാരണത്താൽ ഒരു ഭയം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൂതനല്ല, സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്, ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നോട് കൂടിയിരിക്കുക. അപ്പോൾ ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട എന്ന്. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന് കൊടുക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് പാപം വരുമ്പോഴുള്ള ഭയമാണ്. പാപം വന്നപ്പോൾ ആ നമ്മുടെ വല്യപ്പച്ചൻ വല്യമ്മച്ചി ഏദൻ തോട്ടത്തിൽ അവർ ഓടി ഒളിച്ചു. അവർ പറയുന്നത്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം വരികയാണ് തോട്ടത്തിലേക്ക്. അപ്പോൾ അവർ പറയുന്നത്, എവിടെയെന്ന് ദൈവം അന്വേഷിക്കുമ്പോൾ, ഞാൻ നിന്റെ ഒച്ച കേട്ടിട്ട് ഭയപ്പെട്ട്, ഞാൻ നഗ്നനാകൊണ്ട് നിന്റെ ഒച്ച കേട്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നാണ് പറയുന്നത്. പാപം വന്നപ്പോൾ അവന് ഭയം വന്നു, ദൈവത്തിൽ നിന്ന് ഒളിക്കുകയാണ്. എന്നാൽ ഇതാ യേശുക്രിസ്തു ജനിച്ചപ്പോൾ ഭയം മാറുകയാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. നാം യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഭയം മാറുകയാണ്. പാപം മുഖാന്തരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഭയത്തെ ദൈവം മാറ്റുകയാണ്. മറ്റൊരു പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. എക്കാലത്തും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് നല്ലവനായ ദൈവം. ഈ ദൈവത്തോടു കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും പിരിയാത്ത നല്ല സഖിയായി ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും.
ഈ ജനന പെരുന്നാളിൻ്റെ സമയത്ത് ദൈവം നമ്മോട് പറയുന്നത് ഇമ്മാനുവേൽ എന്നാണ് എൻ്റെ പേര് എന്നാണ്. ദൈവം നമ്മോട് കൂടെ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ദൈവമേ ഞാൻ നിൻ്റെ കൂടെയാണ്, ഞാൻ ഒരിക്കലും യേശുവിനെ പിരിയുകയില്ല. ഏത് സാഹചര്യം വന്നാലും എൻ്റെ ജീവിതത്തിൽ പാപം വന്ന് ദൈവത്തെ, യേശുവിനെ ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് പറയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് മഹാസന്തോഷമാണ്. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ്. സഭാ വ്യത്യാസം കൂടാതെ, സമുദായ വ്യത്യാസമന്യേ ഏത് മനുഷ്യനും മഹാസന്തോഷം, സാധാരണ സന്തോഷമല്ല, മഹാസന്തോഷം തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം എന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ പറഞ്ഞത്. ഈ സന്തോഷം എങ്ങനെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ? പാപമോചനമാണ് ഒരു മനുഷ്യന് ദൈവം തരുന്ന സന്തോഷം കൊടുക്കുന്നത്. സന്തോഷിക്കാൻ നമുക്ക് പല കാര്യങ്ങളുണ്ട്. ഒരു കല്യാണം കഴിച്ചാൽ സന്തോഷമുണ്ട്, ഒരു ഭവനം പണിതാൽ സന്തോഷമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടായാൽ സന്തോഷമുണ്ട്, പരീക്ഷ ജയിച്ചാൽ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായി പോകുമ്പോൾ മനുഷ്യന് സന്തോഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ സന്തോഷമെല്ലാം തീർന്നു പോകും. ഈ സന്തോഷമെല്ലാം ഒരു ദിവസം തീർന്നു പോകും. ഒരു മരണം വന്നാൽ സന്തോഷം മാറും. വീടിന് ഒരു അപകടം വന്നാൽ സന്തോഷം മാറും. പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ സന്തോഷം മാറും. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഇതൊന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും ദൈവം തരുന്നൊരു സന്തോഷമുണ്ട്. അതാണ് ദൂതൻ പറഞ്ഞത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. അത് വീണ്ടെടുപ്പിൻ്റെ സന്തോഷമാണ്, ക്ഷമിക്കപ്പെടുന്നതിൻ്റെ സന്തോഷമാണ്. നമ്മുടെ പാപം കഴുകപ്പെട്ടു എന്ന ഉറപ്പ് ലഭിക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കുന്ന സന്തോഷമാണ് ഈ സന്തോഷം. ധാരാളം സന്തോഷമുണ്ട്. പ്രതിഫലം ലഭിക്കുമെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് പുസ്തകത്തിൽ, സ്വർഗത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നോർത്ത് സന്തോഷിക്കുവനെന്ന്. അതുകൊണ്ട് ദൈവം എങ്ങനെ സന്തോഷിക്കാൻ പറയുന്നുവോ അതുപോലെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ള വസ്തു വകകളിലല്ല, നമ്മുടെ ധനത്തിലല്ല, നമ്മുടെ മക്കളിലല്ല. എല്ലാം നല്ലതാണ്, അതിലെല്ലാം നമുക്ക് സന്തോഷിക്കാം. എന്നാൽ ദൈവം എന്തിലാണ് സന്തോഷിക്കാൻ പറയുന്നത്? നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു എന്നതോർത്ത് സന്തോഷിക്കുവിൻ. ഈ ഉറപ്പ് നമുക്കുണ്ടോ? എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് മറ്റൊന്നും വേണ്ട, ഈ ക്രിസ്തുനാഥൻ എൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ്. ഈ ഉറപ്പാണ് നമുക്ക് ലഭിക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്ന ഉറപ്പ് ലഭിക്കുന്നുവെങ്കിൽ ഈ സന്തോഷം നമുക്ക് ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടെടുപ്പിൻ്റെ, പാപത്തിൻ്റെ ക്ഷമയുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു റിയൽ സ്റ്റോറി ഉണ്ടായ സംഭവം പറയാം. സ്പെയിനിലാണ്. അവിടെ പാക്കോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഉണ്ടായ കാര്യമാണ്. അദ്ദേഹം ഒരു ദിവസം നമ്മുടെ മുടിയൻ പുത്രനെ പോലെ അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് ദുർമാർഗത്തിൽ ജീവിച്ച് വീട് വിട്ട് നമ്മുടെ ഭാഷയിൽ പുറപ്പെട്ടു പോയി. അപ്പോൾ ഈ സ്നേഹവാനായ അപ്പൻ ഈ പാക്കോ വരുന്നത് നോക്കിയിട്ട് നിൽക്കുകയാണ്. ഒരു ദിവസം അപ്പന് തോന്നി ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കാം. അപ്പൻ എഴുതി, ഇംഗ്ലീഷിലാണ്, പാക്കോ മീറ്റ് മീ അറ്റ് ഹോട്ടൽ മൊണ്ടാന അറ്റ് നൂൺ ഓൺ ട്യൂസ്ഡേ. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നീ എന്നെ കാണണം, ഞാൻ ഹോട്ടൽ മൊണ്ടാന, ഒരു ഹോട്ടലിൻ്റെ പേരാണ്, അവിടെ ഉണ്ടായിരിക്കും. ഓൾ ഈസ് ഫോർഗിവൺ, ഐ ലവ് യു പപ്പ. എല്ലാം ഞാൻ ക്ഷമിച്ചു. നീ എന്നോട് ചെയ്തതും, നീ എന്നെ ദ്രോഹിച്ചതും, നീ എന്നെ വഞ്ചിച്ചതും, നീ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ പരിഹസിച്ചതും, നീ ചെയ്ത മഹാപാപങ്ങളെല്ലാം, എൻ്റെ മുതൽ നശിപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചു. എനിക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. നീ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിച്ചു. സ്നേഹത്തോടുകൂടെ നിൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കൊടുത്തു. നിങ്ങൾക്ക് കേൾക്കണോ? ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പാക്കോയുടെ അപ്പൻ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഏകദേശം 800 പാക്കോ എന്ന് പറഞ്ഞാൽ സ്പെയിനിലെ ഒരു കോമൺ ആയിട്ടുള്ള പേരാണ് പാക്കോ. 800ഓളം പാക്കോ എന്ന് പേരുള്ളവർ, ചെറുപ്പക്കാർ ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവർക്ക് അറിഞ്ഞുകൂടല്ലോ എൻ്റെ അപ്പനാണോ ഈ പരസ്യം കൊടുത്തതെന്ന് അവർക്ക് അറിഞ്ഞുകൂടല്ലോ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുവാൻ വേണ്ടി, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി കൊതിക്കുന്ന വലിയൊരു സമൂഹം ഈ ലോകത്തുണ്ട്.
പാപക്ഷമയുടെ ഉറപ്പ് കിട്ടാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ കൂടെയുണ്ട്. ചെറുപ്പക്കാരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരൊന്നും ശരിയല്ല, നമ്മളെക്കാൾ എത്രയോ വൃത്തികേടിലും വേണ്ടാത്ത ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെയല്ല. ചെറുപ്പക്കാർ എത്രയോ പേര് അവരുടെ പാപങ്ങളൊന്ന് ക്ഷമിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടെ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. ആദം പാപം ചെയ്തു, അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ദൂതന്മാരെ കാവലാക്കി, എരിയുന്ന വാളിൻ്റെ ജ്വാലയിൽ ആദം നിരാശപ്പെട്ട് പാപഭാരത്തോട് തലകുനിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആദം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ. ആദമിനെ പോലെ തന്നെ മനുഷ്യനെല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു. എന്നാൽ ഈ സുവിശേഷം, ദൂതൻ പറഞ്ഞു, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം അത് കിട്ടുന്നത് യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, നിന്റെ ജനനം, കന്യകാ ജനനം എനിക്ക് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ ജനനം എനിക്ക് വേണ്ടിയിട്ടാണ്, യേശുവിൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ടാണ്, യേശു കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്, യേശു ഉയർത്തെഴുന്നേറ്റത് എന്നെ ജീവിപ്പിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഇതിലാരെങ്കിലും കർത്താവായ യേശു ക്രിസ്തു തരുന്ന പാപക്ഷമ അനുഭവിച്ചിട്ടില്ല എങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. യേശു ആശയോടെ നോക്കുന്നു. ജനനപ്പെരുന്നാളിൻ്റെ അർത്ഥമറിഞ്ഞ ഒരു പുരുഷനായി, ഒരു സ്ത്രീയായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സർവ്വ ജനത്തിനുമുള്ള മഹാസന്തോഷമാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് നമുക്ക് വായിക്കാം. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നു. ദൂതനവരോട് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നു. സുവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ യേശു തന്നെയാണ് സുവിശേഷം. വേദപുസ്തകം പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. പൗലോസ്ലീഹ പറയുകയാണ്, അതാകുന്നു എൻ്റെ സുവിശേഷം. നമ്മളെ ജീവിപ്പിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, നമ്മെ വളർത്തുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. വചനം പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അതിരക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. 1 പത്രോസ് 2:1 നമുക്ക് വായിക്കാം. പത്രോസ് സ്ലീഹയ്ക്ക് എഴുതിയ ലേഖനം 1 പത്രോസ് 2:1 നമുക്ക് വായിച്ചു കേൾക്കാം. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയിൽ നാം വളരുന്നുണ്ടോ എന്നറിയുന്നതിൻ്റെ ലക്ഷണം, ഈ സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വളരും. അത് ക്രിസ്തു എന്ന തലയോളം വളരും. വളരുന്നില്ല എങ്കിൽ, അതാണ് ആദ്യം പറയുന്നത്, സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നമ്മിലുണ്ടായിരിക്കും. ഒന്നുകിൽ ഈ നുണയും വഞ്ചനയും വ്യാജഭാവവും നമ്മിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരും. നിങ്ങൾ ടൗണിലേക്ക് ചെന്നാൽ ചിക്കൻ സെൻറ്റർ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കാണാൻ സാധിക്കും. ചിക്കൻ സെൻറ്റർ. ഒരു കോഴിക്ക് നമ്മളെപ്പോലെ മിണ്ടാനും കാണാനും അറിയാനും വായിക്കാനും പറ്റുമെന്ന് വിചാരിക്കുക. കോഴി ചെല്ലുകയാണ്, ഓ ചിക്കൻ സെൻറ്റർ. അവിടെ നടന്ന് ചെന്ന് കഴിഞ്ഞാൽ ആ കോഴിയെ വെട്ടി മുറിച്ച് അതിനെ കൊല്ലും. കാരണം എന്താ? ചിക്കൻ സെൻറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് ചിക്കൻ വളർത്തുന്ന സ്ഥലമല്ല, ചിക്കനെ കൊല്ലുന്ന സ്ഥലമാണ്. അതുപോലെ ആയിരിക്കരുത് ഒരിക്കലും ഒരു സഭയും ഒരു കൂട്ടായ്മയും. അവിടെ വളർത്തുന്നവരായിരിക്കണം, മനുഷ്യനെ വളർത്തുന്നതായിരിക്കണം. അവിടെ വ്യാജമുണ്ടാകാൻ പാടില്ല, നുണയുണ്ടാകാൻ പാടില്ല, അസത്യമായതൊന്നും വരാൻ പാടില്ല. അവർ ക്രിസ്തു എന്ന തലയോളം വളരുന്നതായിരിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഭയം മാറ്റുന്നു, മഹാസന്തോഷം തരുന്നു. സുവിശേഷത്താൽ ഒരു മനുഷ്യൻ വളരുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്തുമസ്, ഈ ജനന പെരുന്നാൾ ഭയം മാറുന്നവരായി, സന്തോഷമുള്ളവരായി, മാത്രമല്ല സുവിശേഷം ഘോഷിക്കുന്നവരും
സുവിശേഷം മുഖാന്തരം വളരുന്നവരുമായി ദൈവം നമ്മെ തീർക്കട്ടെ. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇനി കർത്താവ് രണ്ടാമത് വരികയാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ആരും ഗൗനിച്ചില്ല, തിരിച്ചറിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ വരവും. രണ്ടാമത്തെ വരവും ഒരു മനുഷ്യനും ചിന്തിക്കുന്നില്ല. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ആർക്കും വിഷയമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് മറ്റൊരു സാധ്യതയില്ല. ഒന്നാമത്തെ വരവിൽ യേശുവിൻ്റെ ജനനത്തിങ്കൽ, യേശുവിൻ്റെ ജനനത്തെ വിശ്വസിച്ചുകൊണ്ട്, യേശുവിൻ്റെ കുരിശു മരണത്തെ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പാപങ്ങളെല്ലാം കഴുകപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, അവനെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. അങ്ങനെ ഉള്ളവർ മാത്രമേ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. മാമോദീസയിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞൊരു കാര്യമുണ്ട്. സാത്താനെ തള്ളിപ്പറയുന്നു, മശിഹ തമ്പുരാനെ സ്വീകരിക്കുന്നു. സാത്താനെ, നിന്റെ വഞ്ചനയെയും നിന്നിലുള്ള ഭയത്തെയും നിന്റെ ദൂതന്മാരെയും സർവ്വസൈന്യത്തെയും ഉപേക്ഷിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ഹവ്വയ്ക്ക് സംഭവിച്ചത് അവിശ്വാസം വന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് വഞ്ചന സംഭവിച്ചു. എന്നാൽ രണ്ടാമത്തെ ഹവ്വ, പരിശുദ്ധ കന്യക മറിയാം, ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. അതുകൊണ്ട് അനുഗ്രഹം വന്നു. അതുകൊണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തി. ഒന്നു മാത്രം, യേശുവിനെ സ്വീകരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ നാളുകളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ, നിന്നെ സാക്ഷിക്കുന്നവരായി ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളുടെ ഭയം മാറ്റുന്ന നല്ല ദൈവമാകിയാൽ സ്തോത്രം. നീ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ദൈവമാകിയാൽ, മഹാസന്തോഷം തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സുവിശേഷം നീ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ വളരുമാറാക്കുന്ന അവിടുത്തെ സുവിശേഷ വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ യേശുവിനായി സ്ഥലം കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ഹൃദയം യേശുവിനായി തുറക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തുറക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ വാക്ക് നിവൃത്തിയാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.